സുരേഷ് ഗോപിയുടെ ഒരു പ്രസ്താവനയുണ്ട്. തന്റെ കൈപ്പിഴകൾ ചൂണ്ടിക്കാട്ടി ആരും തന്നെ തകർക്കാൻ ശ്രമിക്കണ്ട, താൻ തീപ്പന്തമായി മാറുമെന്നാണ് അദ്ദേഹം പറയുന്നത്, അല്ലേ? അദ്ദേഹം ഒരു തീപ്പന്തം തന്നെയാണ്. ഉള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത്. അഗ്നിയാണല്ലോ എല്ലാത്തിനും ശുദ്ധീകരിക്കുന്നത്. ശുദ്ധനായ മനുഷ്യനാണ്. അതുകൊണ്ട് അവർ തന്ത്രമൊന്നും പാലിക്കാറില്ല. അദ്ദേഹം പറയേണ്ടത് മുഖത്ത് നോക്കി അങ്ങ് പറയും. ഒരു രാഷ്ട്രീയക്കാരന് ചേർന്ന ഭാഷയാണോ ഇതെന്ന് എനിക്കറിയില്ല, മന്ത്രിക്ക് ചേർന്നാണോ എന്നും അറിയില്ല. അവരെല്ലാത്തിലും ഒന്നും ഒരു അകലം പാലിപ്പിച്ച് അവരുടെ ഒരു സ്റ്റോക്ക് റിപ്ലൈ ഉണ്ട്. പാക്കലാം, രാമരാജ് പണ്ട പറഞ്ഞ പോലെ പാക്കലാം, പരിഗണിക്കാം. ഇത് അദ്ദേഹം അങ്ങനെ പറയാനില്ല. പറ്റാത്ത കാര്യങ്ങൾ പറ്റാത്തതാണ് എന്ന് പറയും. സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട അവിടെ പോയി ചോദിക്കാൻ പറയും. അങ്ങനൊരു നിലപാട് അദ്ദേഹം എടുക്കുന്നു. സിനിമയിലുള്ള ഡയലോഗുകൾ തന്നെ ഇത് വരുന്നത് ചിലപ്പോൾ അദ്ദേഹത്തിന് ഭാര്യയായിട്ടും വരാറുണ്ട്. ഭരത് ചന്ദ്രൻ അദ്ദേഹം ഇവിടെ ഇപ്പോൾ കൊടുങ്ങൂർ എൽത്തുരുത്ത് ശ്രീ കുമാര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന കലുങ്ക് യോഗത്തിലാണ്. കലുങ്ക് യോഗം എന്ന് പറയുന്ന പുതിയൊരു പ്രസ്ഥാനത്തിന് അദ്ദേഹം കേരളത്തിൽ തുടക്കം കുറിച്ചു. അതായത് നമ്മളിപ്പോൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഫയൽ തീർപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പൊതുവായിട്ട് ആൾക്കാരെ വിളിച്ചിട്ട് അവരുടെ ഫയലുകളൊക്കെ അപ്പം തന്നെ ഉമ്മൻചാണ്ടി തീർത്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന പരിപാടികളുണ്ട്. ഇതങ്ങനൊന്നുമല്ല. തീർച്ചും അനൗപചാരികമായിട്ട് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളൊന്നുമില്ലാതെ തന്നെ നാട്ടിൻപുറത്തെ കലുങ്കിൽ എന്നാണ് സങ്കല്പം. കലുങ്കുകൾ ഇപ്പോഴും ഉണ്ട് നാട്ടിൻപുറങ്ങളിൽ. അവിടെ ഇരുന്നു കൊണ്ട് ചർച്ച നടത്തിക്കൊണ്ട്, പണ്ട് കലുങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ പോലീസ് വന്ന് പിടിക്കും. കാരണം അവിടെ ഗുണ്ടകളും ചട്ടമ്പികളും കള്ളുകുടിയന്മാരും ഒക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇപ്പം അതൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും കലുങ്കിരുന്നുള്ളതിൻ്റെ പേരിൽ, അദ്ദേഹത്തിൻ്റെ പേരിൽ ഇതുവരെ നടപടിയൊന്നും എടുത്തിട്ടില്ല, കേസൊന്നും എടുത്തിട്ടുമില്ല. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, അങ്ങനെ എന്നെ ആരും പേടിപ്പിക്കാൻ വരണ്ട. മറ്റു പാർട്ടികളിൽ നിന്ന് ഈ കലുങ്ക് യോഗങ്ങൾ അലങ്കോലമാക്കാൻ പലരും ഇനിയും വന്നെന്നിരിക്കും. ഞാനതൊന്നും വകവയ്ക്കുകയില്ല, പറയേണ്ടത് പറയുക തന്നെ ചെയ്യും. ഇതിലിപ്പോൾ കൊച്ചുവേലായുധൻ എന്ന് പറയുന്ന ഒരാളാണ് കഴിഞ്ഞ കലുങ്ക് മീറ്റിൽ, ആദ്യത്തെ കലുങ്ക് മീറ്റിങ്ങിൽ, കലുങ്ക് യോഗത്തിൽ പറഞ്ഞത് തനിക്കൊരു വീട് വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ചെന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വകുപ്പാണ്, അതനുസരിച്ച് താങ്കൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പേരിൽ അപേക്ഷിക്കണം. അപ്പോൾ അവിടെ ഒരു ഉടക്കമൊക്കെ ഉണ്ടായി, ഒരു വഴക്കമൊക്കെ ഉണ്ടായി, രണ്ടുപേരും തമ്മിലൊരു വാഗ്വാദമായി. സാധാരണ രാഷ്ട്രീയക്കാർ അങ്ങനെയൊന്നും പോകാറില്ല. പക്ഷേ ഇവിടെ ഒരു പൗരനുമായിട്ട് വഴക്കിലേക്ക് പോയി. കാരണം അത് ആസൂത്രണം ചെയ്ത് കൊണ്ടുവന്നതാണെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. CPM തന്നെ ആസൂത്രണം ചെയ്ത് ഉടക്കമുണ്ടാക്കാൻ തന്നെ വന്നതാണ്, ഇത് അലങ്കോലമാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്നാണ് പറയുന്നത്. ആണെങ്കിലും പ്രകോപനത്തിന് വിധേയനാകാൻ പാടില്ല രാഷ്ട്രീയക്കാരൻ എന്നുള്ളതാണ്. നമ്മൾ അവിടെ കോൺഗ്രസിനും CPM-നും മെമ്പർമാരുണ്ട്, MLA-മാരുണ്ട്, മന്ത്രിമാരുണ്ട്. പക്ഷെ എല്ലാം ഇപ്പോൾ പരിഹരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം സുരേഷ് ഗോപിക്കാണ്. നാം കരുതും തൃശ്ശൂരിൽ എന്ത് സംഭവിച്ചാലും മറുപടി പറയേണ്ടത് സുരേഷ് ഗോപിയാണ്. അപ്പൊ അവിടെ MLA-മാരില്ലേ? അത് പറഞ്ഞ കോൺഗ്രസിന്റെ MLA-മാരെന്ന് പറഞ്ഞാൽ വളരെ ബിസി ആയിരിക്കില്ലേ? നമ്മളിപ്പോ പറവൂരി കണ്ടില്ലേ, എന്തെല്ലാം CPM-ന്റെ MLA വളരെ ബിസിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എവിടെയാണ് കരുവന്നൂർ ഉൾപ്പെടെയുള്ള പണം ചാക്കിൽ മാറ്റുന്നതിന്റെ ഉത്തരവാദിത്വം ഇന്ത്യക്ക് കണക്ക് നോക്കണ്ടേ? പിന്നെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലൊക്കെ ക്ഷണങ്ങളുണ്ടാവും, ആ ക്ഷണങ്ങളിൽ പങ്കെടുക്കണ്ടേ? തന്റെ ആരാധകര് വിളിച്ചു കഴിഞ്ഞാൽ അതെ, പലരും ഇങ്ങനെ പൊളിറ്റിക്കൽ ക്ലൗട്ട് ഉള്ളവരെ വിളിക്കും. അവരൊക്കെ തൻ്റെ ആരാധകരല്ലേ, അവരെയൊക്കെ തൃപ്തിപ്പെടുത്തേണ്ട ചുമതലയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഇന്നും സമയം കാണില്ല. അതുകൊണ്ടാണ് ഇദ്ദേഹം കലുങ്കിൽ വെച്ച് മീറ്റിംഗ് സംഘടിപ്പിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വരേണ്ടി വരുന്നത്. കാരണം അവരെ കേൾക്കാൻ, പരിഹരിക്കേണ്ട, ഒന്ന് കേൾക്കാൻ ആരുമില്ല. അതാണ് സ്ഥിതി. മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു അദാലത്ത് സംഘടിപ്പിച്ചു, അദ്ദേഹം സ്ഥലം വിട്ടു, തീർന്നു. ഇതങ്ങനല്ല. നിത്യമായിട്ട് ഇവർക്ക് പരാതി കൊണ്ട്, ജീവിത ദുരിതങ്ങളുണ്ട്. എവിടെങ്കിലും ഈ ഭാരം കൊണ്ട് ഇറക്കാൻ ഒരു ചുവട് താങ്ങി വേണം, ചുമട് താങ്ങി. ആ ചുമട് താങ്ങിയായിട്ട് സുരേഷ് ഗോപിയെ കണ്ടു പരാതികളുമായിട്ട് ആൾക്കാർ വരും. കാരണം മറ്റുള്ളവർ രംഗത്ത് പ്രത്യക്ഷപ്പെട്ടെങ്കിലല്ലേ കാണാൻ പറ്റൂ. അവർ ഈ ഇന്നോവ കാറിൽ, AC കാറിൽ, ഏറ്റവും പുതിയ ജനറേഷൻ കാറിൽ, പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ഒക്കെ ആയിട്ട് അവരുടെ സമയം വിഭജിക്കപ്പെട്ടിരിക്കുക. ജനങ്ങളെ കാണാൻ ഒട്ടും സമയമില്ല അവർക്ക്. അപ്പോൾ ഈ സ്ഥിതിക്ക് ഇപ്പോൾ സുരേഷ് ഗോപി വന്നു, അദ്ദേഹം വന്നു, കേൾക്കുന്നിടത്ത് അദ്ദേഹവും തർക്കത്തിനും പോവുകയാണ് ചിലർ. അത് മറ്റ് എതിർ പാർട്ടിക്കാരുടെ ഒരു പ്രേരണ കൊണ്ടാണെന്ന് മാത്രമേ വിശ്വസിക്കാൻ നിവർത്തിയുള്ളൂ. അതുകൊണ്ട് ഭരത് ചന്ദ്രനെ പോലെ തന്നെ സംസാരിക്കും എന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. അതെന്തായാലും അദ്ദേഹത്തിന് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള ശൈലിയുണ്ട്, ആ ശൈലിയിൽ തന്നെ പോകും. നമ്മളിപ്പോൾ കാണേണ്ട ഒരു കാര്യം, അദ്ദേഹം ഓണക്കാലത്ത് അവിടെ തൃശ്ശൂരിലെ പ്രസിദ്ധമായ പുലികളിക്കിടയിൽ കേന്ദ്രം അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി. ഇപ്പം പല അഭ്യൂഹങ്ങളും ഉണ്ടായി. അദ്ദേഹത്തെ പോസ്റ്റിൽ നിന്ന് മാറ്റാനാണ്, വേറെ പോസ്റ്റിലേക്ക് കൊണ്ടുവരാനാണെന്നൊക്കെ പല അഭ്യൂഹങ്ങളും ഉണ്ടായി. അതിനുശേഷം വന്ന് അദ്ദേഹം എന്തിനാണ് വിളിച്ചതെന്ന് ഇതുവരെ ഒരു പത്രവും പറഞ്ഞിട്ടില്ല, ഒരു മാധ്യമപ്രവർത്തകനും സ്കൂപ്പിലൂടെ കണ്ടെത്തിയിട്ടുമില്ല.
പക്ഷേ ആ മീറ്റിങ്ങിന് ശേഷം ആദ്യമായിട്ട് അദ്ദേഹം ഇവിടെ കേരളത്തിൽ വന്ന് നടത്തിയ പരിപാടി എന്ന് പറയുന്നത് ഈ കലുങ്കു യോഗമാണ്. ഒരു പക്ഷേ കൂടുതൽ ജനകീയനാകാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശമായിരിക്കും നൽകിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് BJPയുടെ നേതാക്കളുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളിലും ഈ സംഭാഷണത്തിലെ അഭാഗങ്ങളും കൊണ്ട് വാണിംഗ് നൽകാനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്ന പ്രധാനമന്ത്രിയോ അമിത്ഷായോ ആർക്കും വാണിംഗ് കൊടുക്കാറില്ല. അമിത്ഷാ ആണെങ്കിൽ ടാർഗറ്റ് വെക്കും. പിന്നെ നരേന്ദ്രമോദി ആണെങ്കിൽ തെറ്റുപറ്റിയതെല്ലാം കണ്ടുപിടിക്കും. കാരണം ഒരു IAS-കാരനെ പോലെ കാര്യങ്ങൾ പഠിച്ചിട്ടാണ്, എന്ന് പറഞ്ഞാൽ നല്ല IAS-കാരനെ പോലെ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ഇദ്ദേഹം അഭിപ്രായങ്ങൾ പറയും. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സുരേഷ് ഗോപിക്ക് അറിവ് കുറവെന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഇതാണ് അതിൻ്റെ വാസ്തവം എന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് നരേന്ദ്രമോദി. പല മുഖ്യമന്ത്രിമാരും അങ്ങനെ ചമ്മി പോയിട്ടുണ്ട്. അവരുടെ സംസ്ഥാനത്തിൻ്റെ കാര്യം അറിയാൻ വയ്യ, ചില കാര്യം ചോദിക്കും. ഇതറിയാനായിട്ട് നരേന്ദ്രമോദി ചോദിക്കുമ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ അറിവ് കുറവാണെങ്കിൽ ഇതാണ് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കാണിച്ചു കൊടുക്കും. അല്ലാതെ വഴക്കോ വാണിങ്ങോ അങ്ങനെയുള്ള പരിപാടിയില്ല. ഇത് മതിയല്ലോ, നിങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ കാര്യം നിങ്ങളെക്കാൾ കൂടുതലായിട്ട് എനിക്കറിയാമെന്നാണ് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ തന്നെയാണ് പിണറായി വിജയനോടും പെരുമാറിയത്. പിണറായി വിജയൻ അവിടെ ചെന്നു, കേരളത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ പറഞ്ഞതിൽ അപ്പടി തെറ്റാണ്. അതാണ് അദ്ദേഹം ഇതെടുത്ത് നോക്കൂ, നിങ്ങൾ പഠിക്കൂ, നിങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ കാര്യമല്ലേ, നിങ്ങൾ ചൊവ്വേനേരം ഇതൊന്ന് പഠിക്കൂ എന്ന് പറഞ്ഞു കൊടുത്തു. കാരണം അതാണ് ആ 18 മണിക്കൂർ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു ഫലം. അപ്പം അങ്ങനെ എന്തോ കൂടുതൽ ജനകീയനാവാനും അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉള്ള ഒരു നിർദ്ദേശമായിരിക്കാം വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് ഇത് കണ്ടിട്ട് തോന്നുന്നത്. അതിൽ കൂടുതൽ ശക്തനായിട്ട് തന്നെ അദ്ദേഹം വരുന്നത്. ആ ഡയലോഗുകളെ കുറിച്ചുള്ള വാണിങ്ങുകളൊന്നും കിട്ടിയിട്ടില്ലെന്ന് അതിൻ്റെ അർത്ഥം. അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ, സിനിമാ നടനെ പോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. അതുകൊണ്ടാണ് ഇടയ്ക്ക് കയറി അദ്ദേഹം പറഞ്ഞത് സിനിമ രാഷ്ട്രീയമാണ്, സിനിമ എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. ആ സിനിമയിൽ നിന്ന് വേറിട്ടൊരു ജീവിതമില്ല, സിനിമയിൽ നിന്ന് താൻ മാറുകയില്ല. സിനിമാറ്റിക് ഡയലോഗുകൾ പറഞ്ഞു തന്നെ ഇനി ജനങ്ങളെ അഭിമുഖീകരിക്കും. അവിടെ ഭീരുവിൻ വിടുവായിക്ക് മാപ്പ് നൽകും, ഞാൻ ധീരന്റെ കുതിരയെ പിടിച്ചു കെട്ടുമെന്നൊരു ചലച്ചിത്രഗാനത്തിൻ്റെ ഈരടിയുണ്ടല്ലോ, ആ രീതിയിലാണ് ഇദ്ദേഹം പെരുമാറിയതെന്ന് എനിക്ക് തോന്നുന്നു. പറ്റിക്കാൻ വേണ്ടിയും CPM-ന്റെ വക്കാലത്തുമായിട്ട് വന്നവരെ അദ്ദേഹം കർക്കശമായ ഭാഷയിൽ നേരിടും. അല്ലാതെ തന്നെ കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. അതിൽ എത്ര മന്ത്രിമാർ ഇതുപോലെ പോയി കലിങ്കിലിരിക്കും, ജനങ്ങളോടൊപ്പം നിൽക്കും. അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇദ്ദേഹം അത് ശാസ്ത്രത്വം കേട്ടിട്ട് ഇത് സംസ്ഥാന ഗവൺമെന്റ് പരിഹരിക്കേണ്ട കാര്യമാണ്, ഞാനിത് സംസ്ഥാന ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം എന്ന് പറഞ്ഞു കൂട്ടാം. അങ്ങനെ പറയണം. അല്ല, ജനങ്ങൾക്ക് അങ്ങനെ മന്ത്രിമാരുടെ അടുത്തോ മുഖ്യമന്ത്രിയുടെ അടുത്തോ പോകാൻ കഴിയുമോ നിലവിലെ സാഹചര്യത്തിൽ? പരിഹരിക്കേണ്ടതാണ്. വേണ്ട, അതിനാണല്ലോ MLA ഉള്ളത്. MLA ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ വേറെ ആരുടെയെങ്കിലും വീട്ടിലായിരിക്കും. ഇവിടെ പറയുന്നത് പ്രധാനപ്പെട്ട ഒരു വനിതാ മെമ്പറുടെ വീട്ടിലാണെന്നാണ് പറഞ്ഞത്. ആ സമയത്ത് അദ്ദേഹം അവിടെ പോയി കാണേണ്ടി വരും എന്നുള്ള കുഴപ്പമേ ഉള്ളൂ. എന്തായാലും ഏതെങ്കിലും ഒരു സമയത്ത് പുറത്തു വരുമല്ലോ, പൂട്ടൊക്കെ തുറന്നിട്ട് ഏതെങ്കിലും സമയത്ത് പുറത്തു വരുമ്പോൾ കാണുക, അല്ല ഇപ്പം എന്താ ചെയ്യുക? അതേ ഉള്ളൂ, നിവർത്തിയുള്ളൂ. ഇങ്ങനെ ആയിരിക്കുന്നു, ആർക്കും നിയന്ത്രിക്കാൻ പറ്റും. കോൺഗ്രസിൻ്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് യാതൊരു നിയന്ത്രണവുമില്ല, കാര്യങ്ങൾ പഠിക്കുന്നുമില്ല അദ്ദേഹം. ഒരു നിയന്ത്രണമില്ല. ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ചുകൊണ്ട് നാട് നിങ്ങൾ നടക്കുക. ആദ്യം കോൺഗ്രസിനെ കുറിച്ചൊന്ന് പഠിക്കൂ. എത്ര ഹൈഡ്രജൻ ബോംബുകളാണ് അതിനകത്തുള്ളത്, പ്രവർത്തനക്ഷമമായിട്ട് നിർവീര്യമാക്കാതിരിക്കുന്നത്. അപ്പോൾ അതാദ്യം പഠിക്കുന്നില്ല അദ്ദേഹം. ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ചു കാണും ഇപ്പോൾ എന്ന് തോന്നുന്നു.